Hey friends, അപ്പോൾ വെൽക്കം ടു അവർ എപ്പിസോഡ് 2 ഓഫ് ഹാൻഡ് റൈറ്റിംഗ് സീരീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് പരിചയപ്പെടുത്തരാം. ഇതാണ് കേഴ്സീവ് ബുക്ക്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോഴില്ല, പണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഈ ബുക്കിൽ നമുക്കിപ്പോൾ ആൽഫബറ്റ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇതുപോലുള്ള വേർഡ്സ്, സെൻറ്റൻസ് എല്ലാം നമുക്ക് അവരിങ്ങനെ തരും. നമുക്ക് അതിൻ്റെ പുറത്ത് കൂടി ട്രേസ് ചെയ്യാം. പെൻസിൽ വെച്ചോ പേന വെച്ചോ ഉപയോഗിച്ച് നമുക്കത് ട്രേസ് ചെയ്യാം. അങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലെറ്റേഴ്സൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ അതിൻ്റെ പുറത്ത് കൂടി എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ നമുക്കത് താഴെ ഒന്നും കൂടെ കോപ്പി ചെയ്യാം. ഇതുപോലെ അവരിങ്ങനെ 2-3 പേജൊക്കെ നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെ ഇവർ തന്നെ കുറച്ച് ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് വലിയ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പേന പിടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഹോൾഡ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി, പിന്നെ ഈ അതിൻ്റെ തുമ്പത്ത് കൊണ്ട് പിടിക്കാതെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മളെപ്പോഴും ഈ പേന പിടിച്ചിങ്ങനെ എന്താ പറയുക, ഒരുമാതിരി ഇങ്ങനെ കറക്കും ചരിച്ചൊക്കെ എഴുതുക. അതൊരു ഗുഡ് പൊസിഷനിൽ വെച്ചായിരിക്കും നമ്മളെപ്പോഴും എഴുതേണ്ടത്. അതായത് കറക്റ്റ് ഒരു 45 ഡിഗ്രി തന്നെ അവർ പറയുന്നത്. മീൻസ് എന്താ പറയുക, നമ്മൾ കറക്റ്റ് രീതിക്ക് വേണം എപ്പോഴും പേന പിടിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ ചരിഞ്ഞും കമന്നും കിടന്നും ഒന്നും എഴുതരുത്. എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്താ പറയുക, കറക്റ്റ് ലൈറ്റൊക്കെ കിട്ടുന്ന രീതിക്ക് വേണം ഇരുന്ന് എഴുതാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ലെറ്റേഴ്സൊക്കെ എന്താ പറയുക, ഈക്വൽ സ്പേസ് കൊടുത്ത് എഴുതണം. പിന്നെ ഓരോ ലെറ്ററും ഓരോ രീതിക്ക് തെക്കോട്ടും വടക്കോട്ടും ഇരിക്കാതെ കറക്റ്റ് രീതിക്കൊക്കെ എഴുതാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ ബുക്ക് എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പറയുക കോപ്പി ബുക്ക്, ട്രേസിങ് ബുക്കൊക്കെ എന്താ പറയുക നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ബുക്സൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്താ ലാസ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്യാനും നമുക്കുണ്ട്. അവർ കുറച്ച് ഒരു പേജിലൊരു പാസേജ് എന്നിട്ട് നമുക്കത് കോപ്പി ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറെക്കുറെയൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് 1-2 പേജസ് ഉണ്ടായിരുന്നാണ് ഞാനിപ്പോൾ കോപ്പി ചെയ്യുന്നത്. പിന്നെ ഈ വെക്കേഷൻ ഒരുപാട് സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.